മനസ്സ് മന്ത്രിക്കുന്നത് എന്താണെന്ന് നാം അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ ജീവനാഡിയേക്കാളേറെ നാം മനുഷ്യനോടടുത്തവനാണ്. ഇതാ നമ്മുടെ കഴുത്തിലെ കണ്ടനാളിയേക്കാൾ പടച്ചവൻ നമ്മളോട് അടുത്തവനാണ്. നമുക്കും നമ്മുടെ കണ്ടനാളിക്കും ഇടയിൽ പിന്നെ ആരെയാണ് തിരികെ വെക്കാനുള്ളത്? ആരെയാണ് ശുപാർശകനാക്കാനുള്ളത്? ആരെയാണ് അടുപ്പിക്കുവാൻ വേണ്ടി വിളിക്കുവാനുള്ളത്? ഇല്ല. ഇന്നി ഖരീബ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. സൂറത്തുൽ ബഖറ 186 ആയത്ത്. എൻ്റെ അടിമകൾ എന്നെപ്പറ്റി താങ്കളോട് ചോദിച്ചാൽ ഞാനിതാ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. ധൈര്യമായി ശാന്തമായി സമാധാനപരമായി മനുഷ്യരെ ജീവിക്കാം. ഈ ശാന്തി പടച്ചോനുണ്ട് കൂടെ. അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്. പിന്നെ പരലോകമുണ്ട്. ഇവിടെ എന്ത് കുറവ് വന്നാലും വിഷമങ്ങളുണ്ടായാലും പക്ഷേ പരലോകത്ത് സുഖമുണ്ട്, സന്തോഷമുണ്ട്, സ്വർഗമുണ്ട്. പക്ഷേ ആ സ്വർഗം നമ്മൾ വാങ്ങണം. ആ സ്വർഗത്തിന് നമ്മൾ കൊടുക്കേണ്ട വില എന്താണ്? സന്യാസമാണോ? അല്ല. സൂഫിസമാണോ? അല്ല. കന്യാസ്ത്രീത്വമാണോ? അല്ല. കല്യാണം കഴിക്കൂ, ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ചുറങ്ങൂ, മക്കളുണ്ടാകട്ടെ, പേരമക്കളുണ്ടാകട്ടെ, മരുമക്കളുണ്ടാകട്ടെ, പിതാവാകൂ, മാതാവാകൂ, അമ്മോശനാകൂ, അമ്മായിയാകൂ, വല്യമ്മയാകൂ, വല്യപ്പയാകൂ, സുഖവും സന്തോഷവും. കച്ചവടം ചെയ്തോളൂ, സമ്പാദിച്ചോളൂ, കൃഷി ചെയ്തോളൂ, സമ്പാദിച്ചോളൂ, ജോലി ചെയ്യൂ, വരുമാനമുണ്ടാക്കൂ. പക്ഷേ നിയമങ്ങൾ പാലിക്കണം. പലിശയില്ലാത്ത ലോകം, കൊടുക്കരുത്, വാങ്ങരുത്, കണക്കെഴുതരുത്, സാക്ഷി നിൽക്കരുത്, കൈക്കൂലിയില്ലാത്ത ലോകം. കൈക്കൂലി കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും അതിൻ്റെ കണക്കെഴുതുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കൊടുക്കരുത്, വാങ്ങരുത്. പലിശ കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും കണക്കെഴുതുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ശപിക്കപ്പെട്ട സമ്പത്താണത്. ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട പിശാചാണ് പലിശ. ബാങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ലോൺ എടുത്തു തരുമ്പോൾ പുഞ്ചിരിയോടുകൂടി നിങ്ങൾ കയ്യിലേൽപ്പിക്കുമ്പോൾ ഓർക്കുക, പാവപ്പെട്ട മനുഷ്യരുടെ ആത്മഹത്യകളുടെ കാരണമാണത്. അവരുടെ കണ്ണുനീരാണത്, അവരുടെ വിയർപ്പാണത്. ഒരിക്കലും സന്തോഷിക്കേണ്ടതല്ല. സൂറത്തുൽ ബഖറ 275 മുതൽ 280 വരെയുള്ള ആയത്തുകൾ നോക്കുക. പലിശയിൽ നിന്ന് മോചനം നേടണം. 5 നേരത്തെ നിസ്കാരം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. ഒതുവെടുത്ത പോലെ ഒതുവെടുക്കണം. തല മുഴുവൻ തടവിക്കൊണ്ട്, കൈ നെഞ്ഞത്ത് കെട്ടിക്കൊണ്ട്, ഔദും ബിസ്മിയും മെല്ലെ ഓതണം. സുബഹിക്ക് കുനൂത്തോതാതെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വെള്ളിയാഴ്ച പ്രസംഗം കേട്ടുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട്, ഉമ്മയും ബാപ്പയും ആങ്ങളയും പെങ്ങളും ഭാര്യയും ഭർത്താവും സഹോദരനും സഹോദരിയും വല്യപ്പയും വല്യമ്മയും അമ്മോശനും അമ്മായിയും, അന്യപുരുഷന്മാരല്ല, അന്യ സ്ത്രീകളല്ല, സ്വന്തക്കാരുടെ കൂടെ പള്ളിയിൽ പോകുന്ന സംവിധാനം. സമ്പത്തുണ്ടോ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവംശത്തെയും ജിന്നുവംശത്തെയും ഞാൻ പടച്ചിട്ടുള്ളത് അവരെന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ. അവരിൽ നിന്ന് ഞാൻ യാതൊരു അന്നവും ആഗ്രഹിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരെനിക്ക് തിന്നാൻ തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, പടച്ചവനല്ലാത്ത ആര് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടോ? എവിടെ ബിംബങ്ങളോ ജാറങ്ങളോ ദർഗകളോ മക്കാമുകളോ പുണ്യമരങ്ങളോ പുണ്യമൃഗങ്ങളോ പുണ്യപുഷ്പങ്ങളോ ഉണ്ടോ? മണ്ഡപമോ ശ്രീകോവിലോ അൾത്താരയോ പ്രതിഷ്ഠയോ ഉണ്ടോ? അപവാണിവും ഉറൂസ് മുബാറക്ക്, ചന്ദനക്കുടം, നേർച്ചാപ്പൂരം, മഹോത്സവം, പള്ളിപ്പെരുന്നാൾ, യാഗം, ഹോമമുണ്ടോ? അവിടെയെല്ലാം പണമുണ്ട്, അവിടെയെല്ലാം പഴമുണ്ട്, അവിടെ പൂമണ്ണുണ്ട്, അവിടെ തുണിയുണ്ട്, അവിടെ പൊന്നുണ്ട്, വെള്ളിയുണ്ട്, പഞ്ചലോഹങ്ങളുണ്ട്, പാലുണ്ട്, നെയ്യുണ്ട്. അല്ലേ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറയുന്നു എല്ലാം അവൻ്റേതാണ്. എന്നിട്ട് അവൻ പറയുന്നു എനിക്കൊന്നും വേണ്ട. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ. ഞാൻ അവരിൽ നിന്ന് യാതൊരു അന്നവും ആഗ്രഹിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരെനിക്ക് തിന്നാൻ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കരിച്ച് പൊരിച്ച് വേവിച്ച് തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടാറ്റി കണ്ണപ്പം, കയ്യപ്പം, കാലപ്പം, മുടിയപ്പം, ചുണ്ടപ്പം, തൊലിയപ്പം എന്നിവയുമായി പോകുന്നു ആളുകൾ. പൊന്നുമായി വെള്ളിയുമായി അങ്ങനെ കോടി ഉറുപ്പിക
ഡെഡ് അസറ്റായി അവിടെയും ഇവിടെയും ഒക്കെ ചത്തുകിടക്കുന്നു. ഇതാ ജീവസുറ്റ ഇസ്ലാമിൻ്റെ സന്ദേശം, ജീവസുറ്റ ഇസ്ലാമിൻ്റെ സന്ദേശം. എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് 1421 കൊല്ലമായി മദീനയിൽ. അതാ അവിടെ സന്ദർശിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായ ബ്രൂണൈ സുൽത്താൻ മുതൽ ആലപ്പുഴയിലെ പാവപ്പെട്ടവൻ വരെ, ലോകത്തിൻ്റെ രാജാക്കന്മാരും നേതാക്കന്മാരും സാധാരണക്കാരും, നിങ്ങൾ അവിടെ പോയാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പൈസ ചെലവായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം സന്ദർശിക്കാൻ? ശബരിമലയിൽ പോയവരെ, ഗുരുവായൂരിൽ പോയവരെ, വേളാങ്കണ്ണിയിലും കാടാമ്പുഴയിലും പോയവരെ, മാഹിയിലെ കൊച്ചുത്രേശ്ശിയുടെ അടുക്കൽ പോയവരെ, മൊഹിദ്ദീൻ ശേഖിൻ്റെ റിഫായി ശേഖിൻ്റെ ഖബറിടങ്ങളിൽ പോയവരെ, നാഗൂറിലും അജ്മീറിലും ഏർവാടിയിലും പോയവരെ, പണമിട്ടില്ലേ അവിടെ? എന്നാൽ ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ഈ സന്ദർഭത്തിൽ വിദേശീയനായ മുഹമ്മദ് തൻ്റെ അനുയായികളോടുകൂടി ഹാജരാകും ലോകത്ത് എന്ന് ഭവിഷ്യ മഹാപുരാണത്തിൽ വ്യാസമഹർഷി അല്ലേ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തന പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ യഹോവ മോശയോട് അരുളി ചെയ്തത് മുഹമ്മദ് നബി വരുമെന്ന സന്ദേശമാണ്. ആ മുഹമ്മദ് നബി, അവിടുത്തെ മയ്യത്ത്, അത്ഭുതങ്ങൾ, ഒരുപാട് മാനുഷിക അടയാളങ്ങൾ കാണിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മയ്യത്ത് വഹാബി ഗവൺമെൻറ് കയ്യിൽ, മുജാഹിദ് ഗവൺമെൻറ് കയ്യിൽ. എന്നിട്ട് ഒരു ചില്ലിക്കാശ് പോലും നിങ്ങൾക്ക് അവിടെ ചിലവാകുന്നില്ല. ഒരു ലിറയോ യൂറോയോ പൗണ്ടോ ഷില്ലിങ്ങോ പെനിയോ ഒന്നും അവിടെ ചിലവാകുന്നില്ല. കാരണം ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ മഹത്വമാണ്. ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ മഹത്വമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഭൂമുഖത്ത് എവിടെയുമില്ല, എവിടെയുമില്ല. എന്നാൽ ഭൂമിക്കടിയിൽ ഖബറിൽ വഹാബി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, സൗദി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, ആ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനപ്പെട്ട മൃതദേഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ മുടിയുമുണ്ട്, തലമുടി. ഒരു മുടിയെടുത്ത് പുറത്ത് കണ്ണാടിച്ചില്ലിൽ പ്രതിഷ്ഠിച്ചാൽ മതി കോടി 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 രൂപ ദിവസവും അവിടെ വന്ന് വിടാൻ. ഇല്ല, ചെയ്യില്ല. കാരണം പരലോകമുണ്ട്, പരലോകമുണ്ട്, വിചാരണയുണ്ട്, നരകമുണ്ട്, രക്ഷപ്പെടണം, സ്വർഗത്തിലെത്തണം. അതുകൊണ്ട് മുടി വിറ്റ് കാശാക്കാൻ പറ്റുകയില്ല, മുടി വിറ്റ് കാശാക്കാൻ പറ്റുകയില്ല. പേനക്കെന്താ വില? 5 രൂപയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി റഹിമഹുല്ലയുടെ പേന വിറ്റത് 24 ലക്ഷം രൂപക്കാണ്. ഇത്രമേൽ വൃത്തികെട്ട, നാറിയ, അപകടകരമായ, മൃഗീയമായ, ക്രൂരമായ, പൈശാചികമായ മതക്കച്ചവടം നിങ്ങൾ എവിടെ കണ്ടു? കുപ്പിവെള്ളത്തിന് എന്താ വില? 15 രൂപയാണ്. സമസ്ത അല്ലാഹുവല്ലാത്ത മൊഹിദ്ദീൻ ശേഖനെ, റിഫായി ശേഖനെ, മമ്പറന്തങ്ങളെ, പുത്തംവള്ളി വലിയനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന സമസ്ത 3 കുപ്പി വെള്ളം വിറ്റത് 3.25 ലക്ഷം രൂപക്കാണ്. 3 കുപ്പി വെള്ളം. എന്ത് കിട്ടി ആ 3.25 ലക്ഷം രൂപ കൊണ്ട് ആൾക്കാർക്ക്? ഒന്നുമില്ല, വെറും വെള്ളം. അതും കള്ളമുടി വീണ വെള്ളം, കള്ളമുടി വീണ വെള്ളം. നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരു മുടി കണ്ടാൽ നമുക്കറിയാം അത് സത്യമുടിയാണ്, ഉമ്മയുടേതാണ്, പെങ്ങളുടേതാണ്, ഭാര്യയുടേതാണ്, മകളുടേതാണ്. അതുകൊണ്ട് ആ മുടിമെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മുടി വീണത് കണ്ടാലോ നമ്മൾ മെല്ലെ വെള്ളം ഒഴിവാക്കും, അല്ലേ? എന്നാൽ സമസ്ത ചെയ്തത് അതല്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അവിടുന്ന് കൽപ്പിച്ചിട്ട് സഹാബിമാർ 2 പ്രാവശ്യം വിതരണം ചെയ്തിട്ടുണ്ട്. സഹാബിമാർ അത് പൊന്നുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാശ് വാങ്ങിയില്ല. അതാണ് മുസ്ലിയാരും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? മുടി ബിംബമാകാൻ തുടങ്ങുകയാണ്, മുടി ബിംബമാകാൻ തുടങ്ങുകയാണ്. പുരാവസ്തു ഗവേഷണ വകുപ്പ് ശ്രദ്ധിക്കണം, കേസ് കൊടുക്കണം, നമുക്ക് കേസ് കൊടുക്കണം. കാരണം ഈ കുപ്പി 1400 കൊല്ലം പഴക്കമുള്ള കുപ്പിയാണെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുവോ? ഇല്ല. അത് ഈ രാജ്യത്തോടുള്ള ചതിയാണ്, പുരാവസ്തു വകുപ്പിനോടുള്ള ചതിയാണ്, അല്ലേ? വിശുദ്ധ വസ്തുക്കളോടുള്ള ചതിയാണ്.
ഒരു കല്ല് കുഴിച്ചിട്ടിട്ട് ഇത് ആദിപുരാതന കാലം മുതൽ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് 14 നൂറ്റാണ്ട് പഴക്കമുള്ള മുടി ആണ് ഇതെന്ന് പറയുന്നത് ചതിയാണ്. പുരാവസ്തു വകുപ്പ് ശ്രദ്ധിക്കണം. ആ പള്ളി നിർമ്മാണം തടയേണ്ടതാണ്, അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അത് 41 കോടി ഉറുപ്പികയുടേതാണോ എന്നല്ല, ഒരു പൈസയുടേതാണെങ്കിലും ശരി അറസ്റ്റ് ചെയ്യേണ്ടതാണ്. സമസ്തയുടെ ശ്രമങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അഭിനന്ദനങ്ങൾ. പക്ഷേ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ട്. കാരണം വെല്ലൂരിലെ മുടിയിട്ട ഗ്യാലൻ കണക്കിന് വെള്ളത്തുനിന്ന് 3 കുപ്പി കൊണ്ടുവന്നിട്ടാണ് 3/4 ലക്ഷത്തിന് വിറ്റത്. 5 രൂപ വിലയുള്ള പേന 24 ലക്ഷം രൂപക്കാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാവിൻ്റെത് വിറ്റത്. അപ്പോൾ യേശു പറഞ്ഞില്ലേ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അതാ മുജാഹിദ് പ്രസ്ഥാനം. പക്ഷേ നമുക്ക് എറിയാനുള്ളത് കല്ലല്ല, വാക്കുകളാണ്, പ്രവൃത്തിയാണ്. ഇതാ വഹാബി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറിജിനൽ മുടിയും ഖബറിലുണ്ട്. അത് എടുക്കുന്നില്ല. കാരണം ഇത് പരലോകത്തിൻ്റെ ആശയമാണ്, ഇത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. കച്ചവടം ചെയ്യാനുള്ളതല്ല ആദർശം. ആദർശം കച്ചവടം ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് അല്ലേ ഈ വസ്തുത നിറഞ്ഞ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, സുഹൃത്തുക്കൾക്ക് കൈമാറേണ്ടതുണ്ട്, അതിൻ്റെ വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തികൾ, അംഗീകാരങ്ങൾ 253 ഹദീസ് ഗ്രന്ഥങ്ങളിലായി ലക്ഷക്കണക്കിന് പരമ്പരകളിലൂടെ സുരക്ഷിതമായി നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. അതിൽ റസൂലുള്ളാഹിന്റെ നൃത്തം, ഇരുത്തം, കിടത്തം, നടത്തം, യുദ്ധം, സന്ധി, സമാധാനം, കച്ചവടം, കൃഷി, ഏർപ്പാട്, ഇടപാട്, ഇടപെടൽ, സംസാരം, ചോദ്യം, ഉത്തരം, മുഖം അനക്കിയത്, അംഗീകാരം, ചൂണ്ടിയത്, എല്ലാം, നിറം, രൂപം, വസ്ത്രം, വാഹനം, എല്ലാം, പാർപ്പിടം, എല്ലാം ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന്, നാവിൽ നിന്ന് കേട്ടത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ എത്തി, ചെയ്തത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ എത്തി, അംഗീകരിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിലെത്തി, തിന്നത്, കുടിച്ചത്, അണിഞ്ഞത്, ഉടുത്തത്, സഞ്ചരിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിലെത്തി. ആ മുടി എവിടെയും എത്തിയില്ല. കാരണം ആ മുടി നിലവിലില്ല, ആ മുടിക്ക് നിലനിൽപ്പില്ല. സഹാബിമാരുടെ കയ്യിൽ നിന്ന്, ഉസ്താദിൻ്റെ കയ്യിൽ, വെല്ലൂരിൽ, ടോക്കിയോയിൽ, ഇസ്തംബൂളിൽ എത്തിയ യാതൊരു റെക്കോർഡുമില്ല. അതുകൊണ്ട് പുരാവസ്തു വകുപ്പ്, ഗവൺമെൻറ് ഈ പ്രശ്നം ഏറ്റെടുക്കണമെന്ന് സർക്കാരിനോട് മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെടേണ്ടതുണ്ട്, മനുഷ്യർ ആവശ്യപ്പെടേണ്ടതുണ്ട്, വക്കീലുമാർ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമപരമായി എങ്ങനെയാണ് ഈ ചതിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക? ഭാവി സമൂഹം, ബഹുമാനപ്പെട്ട വക്കീലുമാരെ, അഡ്വക്കറ്റുമാരെ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെ, ഭാവി സമൂഹം നമുക്ക് മാപ്പ് തരുമോ? ഇങ്ങനെയൊരു കള്ളമുടിയുടെ പേരിൽ ഒരു സ്മാരകമുണ്ടാക്കിയിട്ട് ലോകത്തെ ചതിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് സമ്മതിച്ചു കൊടുത്തു എന്നെങ്ങാനും ചരിത്രം നമ്മളോട് ചോദിക്കില്ലേ, ഭാവി നമ്മളോട് ചോദിക്കില്ലേ? അപ്പോൾ ശാന്തമായ ജീവിതം നയിക്കണമെങ്കിൽ തിന്മകളില്ലാത്തൊരു ജീവിതം ഇവിടെ നമുക്ക് നയിക്കേണ്ടതുണ്ട്. അപ്പോൾ പലിശയില്ലാത്ത, ചൂഷണമില്ലാത്ത, കൈക്കൂലിയില്ലാത്ത ഒരു ജീവിതം. സഹോദരിമാരും സഹോദരന്മാരും കല്യാണം കഴിക്കണം. ഒരു മുട്ടുസൂചി ഉണ്ട് അവിടെ, ഒന്നെടുത്തേ. എങ്ങനെ എടുക്കുക? 2 വിരലുണ്ട്. അതിന് പകരമാണ് ഒരാൾ JCB കൊണ്ടുവരുന്നത്. എന്താ JCB കൊണ്ടുവരുന്നത്? ഒരു മുട്ടുസൂചി ഉണ്ട്, അതെടുക്കാനാണ്. എൻ്റെ മകളെ നിങ്ങളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ എന്തിനാ JCB? എന്തിനാ വിയർക്കുന്നത്? എന്തിനാ വലിയ പന്തലുകൾ? എന്തിനാണ് തോരണങ്ങൾ? അല്ലേ? ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും നല്ല കല്യാണം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടും പറഞ്ഞു. ശ്രീനാരായണ ഗുരു പറഞ്ഞു, കല്യാണത്തിന് 10 ആൾ പങ്കെടുത്താൽ മതി. 5 ആൾ അപ്പുറത്തുനിന്ന്, 5 ആൾ ഇപ്പുറത്തുനിന്ന്, വേണമെങ്കിൽ ഒരു പുരോഹിതനും എന്ന്. ആൾ കൂടുന്നതിനോട് എന്താ വിരോധം? ഒന്നുമില്ല, ഭാരമാകരുത്, ഭാരമാകരുത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, പടച്ചോൻ പറഞ്ഞു ഖുർആനിലൂടെ. നിങ്ങൾക്ക് മതത്തിൽ യാതൊരു വിഷമവും ഉണ്ടാക്കിയിട്ടില്ല. സ്ത്രീകളെ വിവാഹം വിഷമമാകുന്നില്ലേ? വിവാഹാലോചന മുതൽ പള്ളയിൽ കാണുകയാണ്, അമ്പരക്കുകയാണ്, എന്തു ചെയ്യുമെന്ന് വിയർക്കുകയാണ്. മകളുടെ കാര്യത്തിൽ, പെങ്ങളുടെ കാര്യത്തിൽ അല്ലേ? മകൻ്റെ വീട്ടുകാർ ഊറിച്ചിരിക്കുകയാണ്. കഷ്ടപ്പെടട്ടെ, നഷ്ടപ്പെട്ട തെണ്ടി നടക്കുന്ന ഓരോ വീടുകളിലും ചെന്ന് എൻ്റെ മോളെ കല്യാണമുണ്ടെന്ന് പറഞ്ഞ്
പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന ആ ആളുകളെ കണ്ടിട്ട് ഒരു 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 മനപ്രയാസം, മനസാക്ഷിക്കുത്ത് ദയ കാണുന്നില്ലേ, കരുണ കാണുന്നില്ലേ? എന്നിട്ട് അവൻ്റെ കല്യാണത്തിന് ഉടുത്തൊരുങ്ങി കുളിച്ച് കുരിതൊട്ട് പൊട്ടുതൊട്ട് തൊപ്പിയിട്ട് കുരിശണിഞ്ഞ് പൂണൂലിട്ട് വണ്ടി വിളിച്ച് പോവുകയാണോ നമ്മൾ? എന്തുകൊണ്ട് സഹോദരങ്ങളെ വാക്ക് മുടങ്ങുന്നില്ല? ചെറിയൊരു പ്രശ്നം നാട്ടിലുണ്ടാകുമ്പോഴേക്ക് പ്രകടനം നടത്തുന്ന, മുദ്രാവാക്യം മുഴക്കുന്ന സമൂഹമേ, ബോർഡുകൾ എഴുതി വെക്കുന്ന സമൂഹമേ, പ്ലക്കാർഡുകൾ പിടിക്കുന്ന സമൂഹമേ, പന്തം കൊളുത്തി പ്രകടനം നടത്തുന്ന നാട്ടുകാരെ, എന്തുകൊണ്ട് സ്ത്രീധനമുള്ള പിശാചിന്റെ കല്യാണത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് അനങ്ങുന്നില്ല? ചിന്തിക്കുക. അതുകൊണ്ട് തിന്മയില്ലാത്ത ഒരു ജീവിതം നമുക്ക് നയിക്കണം, എങ്കിലേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ശരി, അതിനാണ് ഇസ്ലാം, അതിനാണ് പ്രവാചകന്മാർ വന്നത്, അതിനാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് കിട്ടിയത്. ആ ഖുർആൻ വായിച്ച ഏതൊരാളും സമ്മതിക്കുന്നു അതിലെ നന്മയുടെ സന്ദേശങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കി ഏതൊരാളും സമ്മതിക്കും, നല്ലതല്ലാത്തൊരു വാക്കുപോലും, ഒരു പ്രവൃത്തി പോലും, ഒരു ചിന്ത പോലും അവിടത്തേക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു അബദ്ധമെന്നും പോലും തോന്നാനിടയില്ലാത്ത കാര്യങ്ങൾ വരെ പടച്ചവൻ കർശനമായി മുഹമ്മദ് നബിയെ തിരുത്തി. 3 ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. ഒന്ന് സൂറത്ത് തഹരീം 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ. ഒരു ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലേശം തേൻ കൊടുത്തു. അപ്പോൾ 5 മിനിറ്റ് അവിടെ ഇരുന്നു. അത് കണ്ടു മറ്റു ഭാര്യമാർ, അവർ തമ്മിൽ കുശുകുശുത്തു. പിറ്റേന്ന് അവർ അഭിപ്രായം പ്രകടിപ്പിച്ചു. അപ്പോൾ നബിക്ക് മനസ്സിലായി. അവൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഞാൻ തേൻ കുടിക്കുന്നില്ല. എന്താ, ഒരു വലിയ പ്രശ്നമാണോ? ചെറിയൊരു പ്രശ്നമാണോ? അല്ല. പക്ഷേ പടച്ചവൻ ആയത്തിറക്കി, യാ അയ്യുഹൻ നബിയ്യു, ഓ നബി, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, താങ്കൾ എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് വേണ്ടാന്ന് പറഞ്ഞത്? തബ്തഗി മർളാത്ത അസ്വാജിക്, ഭാര്യമാരുടെ ഇഷ്ടത്തിന് വേണ്ടി. നോക്കണേ, ഒരു ചെറിയ സംഭവം പോലും അന്ത്യനാൾ വരെയുള്ള ഇസ്ലാമിൻ്റെ സ്നേഹിതന്മാർക്കും വിമർശകന്മാർക്കും എല്ലാം വായിക്കാൻ ഖുർആനിൽ ഇട്ടുകൊടുത്തു പടച്ചോൻ. അതിൻ്റെ മറ്റൊരർത്ഥം എന്താ? നമ്മൾക്ക് അബദ്ധങ്ങൾ വന്നാലും പടച്ചോൻ വിടൂല കേട്ടോ, മനസ്സിലാക്കണേ. 2, പ്രമാണിമാരുമായി ഇസ്ലാമിനെ പറ്റി ഗൗരവതരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അതൊന്നും അറിയാതെ അന്ധനായൊരു സഹാബി ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിചാരിച്ചു? പ്രമാണിമാരുമായുള്ള സംസാരം കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന്. പക്ഷേ പടച്ചവൻ 7 ആകാശങ്ങൾക്കപ്പുറത്തു നിന്ന് ആയത്തിറക്കി, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ, മുഖം ചുളിച്ച് പിന്തിരിഞ്ഞു കളഞ്ഞു അവൻ ഒരു കണ്ണുവട്ടം വന്നപ്പോൾ. നോക്കണേ, ഒരു ചെറിയ കാര്യം, പക്ഷേ പടച്ചവൻ വിടുകയില്ല. യുദ്ധത്തിന് പോകാൻ വയ്യാത്ത, ഉള്ളിൽ വിശ്വാസം നിറഞ്ഞു തുളുമ്പിയിട്ടില്ലാത്ത, വിശ്വാസത്തിൻ്റെ പ്രകാശം നിറഞ്ഞു തുളുമ്പിയിട്ടില്ലാത്ത ചില സഹോദരങ്ങൾ പോകാൻ വയ്യ, സുഖമില്ല, വീട്ടിലാളില്ല, ഭാര്യയ്ക്ക് തലവേദനയാ എന്നൊക്കെ പറഞ്ഞ് ലീവ് ചോദിച്ചപ്പോൾ ലീവ് കൊടുത്തു. അപ്പോൾ പടച്ചവൻ ആയത്തിറക്കി, അഫല്ലാഹു അൻക്, താങ്കൾക്ക് അല്ലാഹു മാപ്പ് തന്നിരിക്കുന്നു. ലിമ അദിൻത ലഹും, എന്തിനാ താങ്കൾ അവർക്ക് ലീവ് കൊടുത്തത്? നോക്കണേ. അപ്പോൾ ഈ അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന, മുഹമ്മദ് നബിയെ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം നന്മ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. എങ്കിൽ ആ നന്മ നമുക്ക് 2 കൈയും നീട്ടി സ്വീകരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയുടെ നിറകുടങ്ങളാകാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കും, ഈ ലോകത്ത് സമാധാനം ഉണ്ടാകും. അപ്പോൾ രോഗമോ ദുഃഖമോ ദുരിതമോ എന്തുണ്ടായാലും പരലോകത്തതിന് പ്രതിഫലമുണ്ട്. അള്ളാഹു നമ്മളെ സ്നേഹിക്കും. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാഉ, ഏറ്റവും കൂടുതൽ വിഷമിച്ച ആളുകൾ പ്രവാചകന്മാരാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാഹു, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ക്യാൻസർ രോഗികളെ സന്തോഷിക്കുക. ഷുഗർ, പ്രഷർ, കിഡ്നി ഫെയിലിയർ, അറ്റാക്ക്, കൊളസ്ട്രോൾ, ട്യൂമർ, ക്യാൻസറിൻ്റെ മറ്റു വകഭേദങ്ങളെല്ലാം പരലോകത്ത് ദിവ്യമായ പ്രതിഫലമാണ്. ഇവിടെ അതിന് മാർഗമൊന്നുമില്ല. ഉണ്ടോ? ഏത് മതത്തിൽ വിശ്വസിച്ചാൽ എന്നാൽ പിന്നെ രോഗം വരില്ല എന്നുണ്ടോ? ഇല്ല, രോഗമുണ്ടാകും, വിഷമുണ്ടാകും,
പേടിക്കേണ്ടതില്ല. സഹോദരിമാരെ, എന്നാ മോളെ കല്യാണം? ആ ഡേറ്റ് ഒന്ന് എഴുതിച്ചോളി. മരുമകൻ്റെ കല്യാണത്തിൻ്റെ അന്ന്. മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അളിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ കല്യാണത്തിന് നടക്കും അല്ലേ? ഇവിടെ ആലപ്പുഴയിൽ വന്ന 2012 ഫെബ്രുവരി 15 ചുങ്കത്തറയിലുള്ള ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ലേശം വെള്ളം കുടിക്കും ഉണ്ടെങ്കിൽ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വന്നേ പറ്റൂ. അതിന് പ്രസംഗിക്കേണ്ട ജൗഹറൈനിക്കോടും സുബൈർ പീഡിയക്കലും വരാതിരുന്നാലേ പറ്റൂ. എല്ലാം അത് സംഭവിക്കും. അതുകൊണ്ട് ജീവിതത്തെപ്പറ്റിയുള്ള ഇൻഷൂർ, ജീവിതത്തെപ്പറ്റിയുള്ള ഭദ്രത പലിശയുടെ ഭദ്രതയല്ല, പലിശയുടെ ഭദ്രതയല്ല, പലിശയുടെ ഭദ്രതയല്ല, പ്രപഞ്ച സൃഷ്ടാവിലുള്ള വിശ്വാസത്തിൻ്റെ ഭദ്രത. ശാന്തമായ മതം. ഈ മതം നേരത്തെ എല്ലാവരും ചോദിച്ച പോലെ തീവ്രവാദമാവുകയില്ല. നോക്കൂ, ഈ മുഹമ്മദ് നബിയെ മനസ്സിലാക്കാത്ത ചിലർ, സ്വന്തം മകൻ കട്ടാൽ കൈമുറിക്കാൻ തയ്യാറില്ലാത്തവർ, മുഹമ്മദ് നബിക്കെതിരെ ആരോ ഒരു ലേഖനത്തിൽ എഴുതി, അല്ലെങ്കിൽ ചോദ്യപേപ്പറിൽ എഴുതി, ആ ജോസഫ് സാറുടെ കൈവെട്ടി, ക്രൂരതയല്ലേ, തീവ്രവാദമല്ലേ, വർഗീയതയല്ലേ, കട്ടവന്റെ കൈമുറിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാ. ആരോടാ പറഞ്ഞത്? NDF-നോടാ? പോപ്പുലർ ഫ്രണ്ടിനോടാ? SDPI-യോടാ? അല്ല. പിന്നെ ആരോടാ പറഞ്ഞത്? ഗവൺമെന്റിനോടാണ് അല്ലേ? അതിന് പകരം NDF, SDPI, പോപ്പുലർ ഫ്രണ്ട് പോയിട്ട് ജോസഫ് സാറുടെ കൈമുറിക്കുമ്പോഴോ ഖുർആൻ പറഞ്ഞത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇല്ല. ആ ജാതി വർഗീയതയല്ല ഇസ്ലാം. അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൻ്റെ മാർഗം പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെയുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ആവശ്യം. ജനാധിപത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജനാധിപത്യപരമായ മാർഗമാണ്. ഈ മൈക്ക് സെറ്റിലൂടെ എല്ലാവരും ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയാൻ, എല്ലാവരും ഖുർആൻ വായിക്കണമെന്ന് പറയാൻ, എല്ലാവരും ഹിന്ദുവാകണമെന്ന് പറയാൻ, എല്ലാവരും ക്രിസ്ത്യാനിയാകണമെന്ന് പറയാൻ, നിരീശ്വരവാദികളാകണമെന്ന് പറയാൻ ഉള്ള സ്വാതന്ത്ര്യം, അത് വല്ലാത്ത സ്വാതന്ത്ര്യമാണ് അല്ലേ? ആ സ്വാതന്ത്ര്യം നേടാൻ രാജ്യത്തെ 45 കോടി ജനങ്ങൾ, ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബൗദ്ധരും ജൂതരും ജൈനരും ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാം ഒരുമിച്ച് ചേർന്നപ്പോൾ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികൾ മുഴുവൻ സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്നു. വക്കം മൗലവിയും കെ മൗലവിയും മുഹമ്മദ് റഹ്മാൻ സാഹിബും മൊയ്തു മൗലവിയും സീതി സാഹിബും എല്ലാം നവോത്ഥാനത്തിൻ്റെ മുന്നിൽ നടന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാത്ത സമരം, ചൂഷണത്തിൻ്റെ, തട്ടിപ്പിൻ്റെ, വെട്ടിപ്പിൻ്റെ എല്ലാവിധ അംശങ്ങൾക്കുമെതിരെയുള്ള സമരം. 2 പൈസ വിലയുള്ള ചരട് മന്ത്രിച്ചൂതി 200 രൂപയ്ക്ക് വിൽക്കുന്ന മതപുരോഹിതന്മാർ, രോഗം വരുമ്പോൾ ചികിത്സിക്കേണ്ടതിന് പകരം, പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഹോമങ്ങൾ നടത്തി മനുഷ്യരെ കൊന്നൊടുക്കിയ, ബിംബങ്ങൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കുവാൻ, സ്വന്തം മക്കളെ നശിപ്പിക്കുവാൻ ഒരുങ്ങിയ കാട്ടാളത്വത്തിനെതിരെ മുജാഹിദ് പ്രസ്ഥാനം വിരൽ ചൂണ്ടി. പാവപ്പെട്ട സഹോദരിമാർക്ക് അപസ്മാരമുണ്ടാകുമ്പോൾ ശൈത്താൻ കൂക്കാണെന്ന് പറഞ്ഞ് അവരെ കഠിനമായി പീഡിപ്പിക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് മോചനം നൽകി. ഇതാ ഇന്നൊരുപാട് രോഗികളുണ്ട്. ആരുടെ കയ്യിലാണ് ഐക്കല്ലും ഉറുക്കും ഏലസും ഉള്ളത്? എവിടെയാണ് പിഞ്ഞാണം എഴുതി കലക്കി കുടിക്കാൻ കൊണ്ടുപോകുന്നത്? പണ്ഡിതന്മാരുണ്ട്, പിഞ്ഞാണമുണ്ട്, ചരടുകളുണ്ട്, വാങ്ങാൻ മുസ്ലിയാക്കന്മാരുണ്ട്, പക്ഷേ പോകുന്നില്ല. കാരണം തദാവോ, മുഹമ്മദ് നബി 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, തദാവോ, നിങ്ങൾ ചികിത്സിക്കണം. എഴുതാനും വായിക്കാനും പാടില്ല സ്ത്രീകൾ, എഴുതാനും വായിക്കാനും പാടില്ല സ്ത്രീകൾ എന്ന് മതപണ്ഡിതന്മാർ പറഞ്ഞു. ഇന്ന് കോടിക്കണക്കിന് സഹോദരിമാർ, ലക്ഷക്കണക്കിന് സഹോദരിമാർ എഴുത്തും വായനയും പഠിപ്പിക്കുന്നു. ആ ദുരന്ത ഭീകരമായ സാഹചര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകൾക്ക് എഴുത്ത് വിദ്യ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പെണ്ണുങ്ങളെ പാട്ടിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അല്ലേ? സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു പരിപൂർണമായും. അവർക്ക് അങ്ങാടി പോകാം, അവർക്ക് കല്യാണത്തിന് പോകാം, സൽക്കാരത്തിന് പോകാം, മുസ്ലിയാരെ സമീപിച്ച് മരുന്ന് വാങ്ങാം, പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഉസ്താദുമാരുടെ പള്ളികളുടെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്നു, യാത്രക്കാരികൾക്ക് നിസ്കരിക്കുവാനുള്ള സ്ഥലം, സ്ത്രീകളുടെ നിസ്കാര സ്ഥലം. ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനമാണത്.
എഴുതാനും വായിക്കാനും അറിയുന്ന ഡിഗ്രിയും ഡിപ്ലോമയും PGയുമുള്ള 10,000-കണക്കിന് സഹോദരിമാർ. മുസ്ലിയാക്കന്മാരുടെ പത്രക്കോളങ്ങളിൽ വനിതകൾ എഴുതി തുടങ്ങിയിരിക്കുന്നു. വനിതാ മാസികകളും വാരികകളും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അല്ലേ? ആണ്. ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും പാടില്ല. നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ്. ഇവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗം പണ്ട് പറഞ്ഞു. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്ത് ബ്രിട്ടീഷ് വിരോധം കൊണ്ടാണ്. എന്നാ കേൾക്കണോ നിങ്ങൾക്ക്? ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സർക്കീട്ട് കഴിഞ്ഞിട്ട് ഡൽഹി പട്ടണത്തിലേക്ക് മടങ്ങും വഴി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആക്രമണത്തിന് വിധേയരായപ്പോൾ അതിനെതിരെ പ്രമേയം പാസാക്കി സമസ്ത മുസ്ലിയാക്കന്മാർ. ഇർവിൻ പ്രഭുവും ഭാര്യയും രക്ഷപ്പെട്ടതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നോക്കണം നിങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിനെതിരെ പ്രമേയം പാസാക്കി ആ പണ്ഡിതന്മാർ. അവരാണോ ബ്രിട്ടീഷ് വിരോധികൾ? ഏത് മുസ്ലിങ്ങളാരും കോൺഗ്രസ് കക്ഷിയിൽ ചേരാൻ പാടില്ല. അന്നത്തെ കോൺഗ്രസ് ഈ കോൺഗ്രസ് അല്ല. പിന്നെയോ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ചേരാൻ പാടില്ല. എല്ലാവരും ഗവൺമെന്റ് അനുകൂലികളാകണം, ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുകൂലികളാകണം. പ്രമേയം പാസാക്കി. അന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളിയിലേക്ക് എടുത്തു ചാടിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഇത്തരം ഒരു സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് 1000 വട്ടം ശാപം. കാരണം ബ്രിട്ടീഷുകാരനായ അമുസ്ലിമിൽ നിന്ന് ഇന്ത്യക്കാരനായ അമുസ്ലിമിലേക്ക് ഭരണം മാറുന്നത് കൊണ്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ലാത്ത പോയി മനാത്ത വന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു വ്യാജ ദൈവത്തിൻ്റെ സ്ഥാനം മറ്റൊരു വ്യാജ ദൈവം കൈക്കലാക്കി എന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ രാജേന്ദ്ര പ്രസാദും ജവഹർലാൽ നെഹ്റുവും വന്നിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചു വാങ്ങിയത് കൊണ്ട് കാര്യമല്ല. പിന്നെയോ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ ഭരണം കിട്ടിയാലേ കാര്യമുള്ളൂ. വർഗീയത, വൃത്തികെട്ട വർഗീയത. ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും കൂടി സ്വാതന്ത്ര്യം വാങ്ങിയിട്ട് എന്നിട്ട് ഭരണം മാപ്പിളാരുടെ കയ്യിൽ മാത്രമേ പറ്റുകയുള്ളൂ. നാരി ജമാഅത്തെ ഇസ്ലാമി അത് കിട്ടുകയില്ല എന്ന് കണ്ടപ്പോൾ സ്വാതന്ത്ര്യ സമര രംഗത്ത് നിന്ന് പിന്മാറി. ആര്? ജമാഅത്തെ ഇസ്ലാമി. മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നടന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രമഫലമായി പടച്ചവന്റെ അനുഗ്രഹത്താൽ ഇങ്ങനെയുള്ള മൈക്ക് സെറ്റ് ഉപയോഗിക്കുവാൻ, മാധ്യമം ഇറക്കാൻ, സമ്മേളനം നടത്താൻ, സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ അനുവാദമുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ പോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾ പെരുമാറിയിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനൊരു സമ്മേളനം ഉണ്ടാകുമോ? സ്ഥാപനങ്ങൾ ഉണ്ടാകുമോ? മുസ്ലിം സമൂഹം ഉണ്ടാകുമോ? പള്ളികൾ ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ മുന്നിൽ നടന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. വിദ്യാഭ്യാസ മേഖല, സക്കാത്ത്, സമ്പന്നന്റെ സമ്പത്തിൻ്റെ 2.5%, 5%, 10%, 20%, 5-1, 10-1, 20-1, 40-1 പാവങ്ങൾക്ക് കൊടുക്കുവാൻ ഒരു ഏജൻസിയെ ഏൽപ്പിക്കണം. ഇസ്ലാം പറഞ്ഞു. സൂറത്തു തൗബ 60-ാമത്തെ ആയത്തിലും 103-ാമത്തെ ആയത്തിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. സക്കാത്ത് കിട്ടേണ്ട 8-1 വിഭാഗം സക്കാത്ത് ഉദ്യോഗസ്ഥനാണ്. ഉസ്താദുമാർ, മുസ്ലിയാക്കന്മാർ, യാഥാസ്ഥിക വിഭാഗം അതിനെതിർത്തു. എന്താ? ആലപ്പുഴയിൽ 100 മുതലാളിമാരുണ്ടെങ്കിൽ ഓരോ മുസ്ലിയാർക്കും 100 കവറ് കിട്ടും. സക്കാത്ത് സംഘടിതമായി കൊടുത്താൽ 1 കവറേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവശരായ, അവഗണിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട, പാവപ്പെട്ട, വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സക്കാത്ത് അർഹമായ രീതിയിൽ വിതരണം ചെയ്യാൻ സക്കാത്ത് സംവിധാനങ്ങൾ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ബീഡി വലിക്കുന്നവർ മുതലാളിമാരാണ്, സിഗരറ്റ് വലിക്കുന്നവർ മുതലാളിമാരാണ്, മുറുക്കുന്നവർ മുതലാളിമാരാണ്, ആഭരണം ധരിക്കുന്നവർ സമ്പന്നകളായ മുതലാളിച്ചികളാണ്. ഒരു ചില്ലിക്കാശ് പോലും അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ടോ? ശ്രദ്ധിക്കുക. അപ്പോൾ സമൂലമായ ഈ സമൂഹത്തിൻ്റെ മാറ്റം, അന്ധവിശ്വാസങ്ങളില്ലാത്ത, അനാചാരങ്ങളില്ലാത്ത ഒരു ജീവിതം ഇവിടെ നയിക്കുവാൻ സാധിച്ചു. അതോടൊപ്പം വിശ്വാസവും കർമ്മവും ധർമ്മവും നിലനിൽക്കുന്നൊരു സമൂഹത്തെ ഉണ്ടാക്കി. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, നോമ്പ് നിൽക്കുന്ന ഒരു സംവിധാനം. സഹോദരിമാർ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറച്ച് പുറത്തിറങ്ങുന്നു. കാടത്തമാണോ? ഈ പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയ 3 സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചവരാണ്. പിന്തിരിപ്പനാണോ? കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചവരാണ്. പിന്തിരിപ്പനാണോ?
സ്വാതന്ത്ര്യം നശിപ്പിക്കുകയാണോ? സ്ത്രീകൾ വളരെ സ്വതന്ത്രരാണ്. ഈ സഹോദരിമാരെ നമ്മൾ നിർബന്ധിച്ചതല്ല. പിന്നെയോ അവർ പോയി സെലക്ട് ചെയ്തതാണ് ഈ വേഷം. എന്തിന്? അവനവൻ്റെ ശരീരം വേറെ ആരും കാണണ്ട. കൈ ഫ്രീ ആകാം. തട്ടമാകുമ്പോൾ കൈ ഫ്രീ അല്ല, മക്കനെ ധരിച്ചാൽ ഫ്രീ ആകും അല്ലേ? മാധവി കുട്ടി കമലാസുരയ്യ ആകുന്നതിന് മുമ്പ്, ലോയെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ്, ലവിനെപ്പറ്റി, പച്ചയിറച്ചി പ്രേമത്തെപ്പറ്റി സംസാരിക്കുന്ന കാലഘട്ടത്തിൽ അവരെഴുതി, തിരുവനന്തപുരത്ത് മാനം മര്യാദക്ക് ഒരു പെണ്ണിന് നടക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ പർദ്ദ ധരിക്കണം എന്ന്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും പിന്തിരിപ്പനല്ല, ഒരിക്കലും ചൂഷണത്തിന് അനുകൂലമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സത്യത്തിലേക്ക് തിരിച്ചു വരാം വേണമെങ്കിൽ. ഇത് സമ്മർദ്ദമാണോ? അല്ല. നിർബന്ധമാണോ? അല്ല. ഇങ്ങനെയൊരു സംഗതിയുണ്ട്, കേൾക്കൂ, കാണൂ. ഒരു പരലോകമുണ്ട്, അവിടെ വിചാരണയുണ്ടാകും. ആ വിചാരണയിൽ ചോദ്യം വരും, കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ സാർ ഉന്നയിച്ച രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ സംശയം, പ്രസക്തമാണ് ആ സംശയം അല്ലേ? അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകൾ നമുക്കെല്ലാവർക്കും പിന്തുണ നൽകുന്ന, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പിന്തുണ നൽകുന്ന ആ നല്ല വാക്കുകൾ നമുക്ക് നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാം. അപ്പോൾ എന്തുകൊണ്ട് സരസ്വതി ദേവിയുടെ നഗ്നമായ ചിത്രം MF ഹുസൈൻ വരച്ചപ്പോൾ അതിനെതിരെ ഒരു പ്രമേയമോ എന്തെങ്കിലും ശബ്ദമോ ഉണ്ടാക്കിയില്ല? 2-3 വശങ്ങളാണുള്ളത്. ഒന്ന്, ആരാ ഈ വരച്ചോൻ? MF ഹുസൈനാണ്. ഓനേതാ മതം? അയാൾക്ക് എന്ത് മതമാണുള്ളത്? അയാൾ ഏത് മതത്തിലാണ് വിശ്വസിച്ചിരുന്നത്? അയാൾ ഏത് മതമനുസരിച്ചാണ് ജീവിച്ചിരുന്നത്? രണ്ടാമത്തേത്, ഒരുപാട് നഗ്ന ബിംബങ്ങൾ, അർദ്ധനഗ്നവും പൂർണ്ണനഗ്നവുമായ ബിംബങ്ങൾ നിറഞ്ഞതാണ് ഒരുപാട് അമ്പലങ്ങൾ, ഒരുപാട് ക്ഷേത്രങ്ങൾ അല്ലേ? അതുകൊണ്ട് യഥാർത്ഥത്തിൽ നഗ്നത, സ്ത്രീകളുടെ നഗ്നത അല്ലെങ്കിൽ പുരുഷന്മാരുടെ നഗ്നത ഹൈന്ദവത ഒരു പാപമായി കാണുന്നുണ്ടോ? മൂന്നാമത്തെ വിഷയം, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം വളരെ വ്യക്തമായി പൊതുവായി തന്നെ വ്യക്തമായി പറയുന്ന വിഷയമാണ്, അന്യദൈവങ്ങളെ അപമാനിക്കരുത്, അന്യദൈവങ്ങളെ ചീത്ത പറയരുത്. വിഷയം വ്യക്തമായി പറയാം, മൊത്തത്തിൽ പറയുന്നതാണ്. ചെറിയ ഓരോരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രമേയങ്ങൾ പാസ്സാക്കുക എന്നതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നയം. ഒരിക്കലും പടച്ചവൻ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളെ, വ്യക്തികളെ, ബിംബങ്ങളെ, ജാറങ്ങളെ ഒന്നും തന്നെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല. പക്ഷേ ബിംബത്തെ പൂജിക്കരുത്, ജാറത്തെ പൂജിക്കരുത്, ഫോട്ടോയെ പൂജിക്കരുത് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ നയം വ്യക്തമാണ്. ആരെയും നമ്മൾ ചീത്ത പറയാൻ പറ്റുകയില്ല, അന്യദൈവങ്ങളെ പ്രത്യേകിച്ച് ചീത്ത പറയാൻ പറ്റുകയില്ല. അപ്പോൾ അവർ അള്ളാഹുവിനെ ചീത്ത പറയാൻ വരും. പക്ഷേ MF ഹുസൈൻ പോലെയുള്ള ആൾക്കാർ മതവുമായി, ഇസ്ലാമിക ജീവിതവുമായി ശരിയായ ബന്ധമുള്ള ആൾക്കാരല്ല. അവർക്കെന്ത് ഇസ്ലാം മതം? അവർക്ക് ഇസ്ലാമിൻ്റെ പേരിലാണോ ഇതൊക്കെ ചെയ്തത്? അവർ സന്ദർഭം കിട്ടിയ മുഹമ്മദ് നബിൻ്റെ നഗ്നചിത്രം വരക്കൂലേ അല്ലേ? അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും ഒരു മതസംവാദത്തിനും ചർച്ചക്കുമൊക്കെ ഈ വേദി അവിചാരിതമായി ഇടയായി എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ എക്സിബിഷനിലേക്കും നാളെയും മറ്റന്നാളും 4-ാം നാളും 5-ാം നാളും 6-ാം നാളുമായി നടക്കുന്ന പരിപാടികളിലേക്കും ക്ഷണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 2 പുസ്തകങ്ങൾ ഇവിടെ വിതരണത്തിനുണ്ട്. ഒന്ന്, നബിദിനാഘോഷം തിരുമുടിയും നബിപ്രകാശവും എന്ന പുസ്തകം 40 രൂപയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു 10 രൂപയാണ്. എല്ലാവരും ഓരോ കോപ്പി വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ധാരാളം പുസ്തകങ്ങളും കാസറ്റുകളും ഇവിടെയൊക്കെ വിതരണത്തിനുണ്ട്. എല്ലാ തരത്തിലുള്ള അറിവുകളുമായി ഓരോ ദിവസവും നമ്മൾ പോകണം, അത് പ്രാവർത്തികമാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ അള്ളാഹുവെ ഉൾപ്പെടുത്തുമാറാകണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന, ഈമാനോടും തൗബയോടും കൂടി മരിക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹുവെ ഉൾപ്പെടുത്തണേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് ശിഫ നൽകണമേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അള്ളാഹുവെ മക്കളെ കൊടുക്കണേ.
പടച്ചവനെ വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്ക് ഇരുലോകത്തും നീ ആശ്വാസം നൽകുമാറാകണേ. ഈ പരിപാടി സംഘടിപ്പിച്ച സഹോദരങ്ങൾക്ക് ഇരുലോകത്തും അല്ലാഹുവേ അനുഗ്രഹം നൽകുമാറാകണേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും.